ഗൈസ് കഴിഞ്ഞ നമ്മുടെ ഷോർട്സ് ഒക്കെ കണ്ടവർക്കറിയാം ഒരു കോട നിറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു മല കയറുന്നതും ഇറങ്ങുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കുരിശുമല. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. കുരിശുമല നമ്മൾ താഴത്തുനിന്ന് കാണാന്നല്ലാതെ അതിൻ്റെ മുകളിലേക്ക് കയറുന്നത് ഫസ്റ്റ് ടൈമാണ്. ഒരു വിധം വഴി വരെ നമുക്ക് ഇവിടേക്ക് ജീപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ നടന്ന് തന്നെ പോണം. കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നന്നായിട്ട് കിതച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പിലേക്ക് എത്തുന്നതിന് മുന്നായിട്ട് അവിടെ ഒരു ചെറിയ പെട്ടിക്കട ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുപ്പിവെള്ളവും പിന്നെ മുറുക്ക്, വെട്ട് കേക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഗൈസ് ഇതാണ് നമ്മുടെ സ്കൈ വേവ്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൈ വേവ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല കോട കാണാൻ പറ്റുമായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോന്നു. എനിക്കാണെങ്കിൽ നല്ല വയറുവേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ പൂളിലിറങ്ങിയില്ല. നൈനയൊക്കെ നല്ല കളിയായിരുന്നു. വന്നന്ന് വൈകുന്നേരം തൊട്ട് രാത്രി ഒരു സമയം വരെ പൂളിലായിരുന്നു. അതുകൊണ്ട് പിന്നെ സ്കിപ്പ് ചെയ്തപ്പോൾ എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂമൊക്കെ. 12 മണിയാകുമ്പോൾ നമ്മളെടുത്ത് റൂം ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തതും അത്യാവശ്യം നല്ല സൗകര്യങ്ങളോടും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റിസോർട്ടായിരുന്നു കേട്ടോ ഇത്. നൈറ്റിലെ ഫുഡ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കി കഴിച്ചതാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ വകയായിരുന്നു. എന്തായാലും അടിപൊളി റിസോർട്ടാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പോവാൻ നേരമാണ് ഞാൻ ഓർക്കുന്നത് തലേന്ന് അത്രയും നേരം നമ്മൾ വെള്ളത്തിൽ കിടന്ന് കളിച്ചിട്ടും ഒരു പിക്ക് പോലും എടുത്തില്ലല്ലോന്ന്. അപ്പോൾ അതെടുക്കാനായിട്ട് നൈനൂനെയും ശ്രീയേട്ടനെയും ഒക്കെ കൂട്ടി ഞാൻ പൂളിലേക്ക് പോയതായിരുന്നു. ദാ ഇപ്പം തന്നെ തട്ടി മറിഞ്ഞ് വെള്ളത്തിൽ വീണേനെ. പിക്ക് എടുത്ത് തരാൻ പറ്റിയൊരാളില്ലാത്തതുകൊണ്ട് എടുത്ത ഫോട്ടോസ് ഒന്നും നന്നായി. പോവാനുള്ള സമയവും ആയി. അങ്ങനെ നൈനൂൻ്റെ 1, 2 പിക്കൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.